ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറിൻ്റെ പാർട്ട് 2 ആണ്. സോ നമുക്ക് വീഡിയോയിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ രാത്രിയായി, ഞങ്ങളെല്ലാവരും ട്രാവലറിലാണ്. 27 ആളുണ്ടായിരുന്നു. എല്ലാ ഫാമിലീസ് ഉണ്ട്. എൻ്റെ ഉപ്പാക്ക് 4 പെങ്ങന്മാരാണ്. 4 പെങ്ങന്മാരും അവരുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു അനിയന്, ഓരോരു ഫാമിലി, പിന്നെ ഞങ്ങളുടെ ഫാമിലി, ഞങ്ങൾ 27 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ടൂർ ഞങ്ങൾ ഏകദേശം സ്റ്റാർട്ടായി. എല്ലാവരും ഫുൾ വൈബായിരുന്നു. പിന്നെ നമ്മുടെ ഓൾറെഡി പറഞ്ഞ എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആണ് അന്ന്. അപ്പോൾ അതും കൂടി സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഇതിലായി. അങ്ങനെ 12 മണിയായി. ആൻഡ് എൻ്റെ കസിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങളെല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞങ്ങൾ വഴിയിൽ സൈഡാക്കിയതാണ്, പോണ വഴിയിൽ. സോ ഫുൾ സർപ്രൈസ് ആയിരുന്നു. ഒന്നും അറിയില്ല ഞങ്ങൾ കേക്ക് കൊണ്ടുപോകുന്നത് ഒന്നും അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടില്ല. അതിൻ്റെ ഇടയിൽ മേലെന്നൊരു പടക്കൊക്കെ പൊട്ടിയിട്ടോ. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ അടിമാലി എത്തുന്നതിന് മുമ്പ് ഞങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ടു. പക്ഷേ രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർലി കിട്ടിയില്ല. പക്ഷേ നല്ല ഹൈറ്റിൽ നിന്നാണ് കാണുന്നത്. ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ഇപ്പോൾ ഏകദേശം 2 മണി ആവാറായിട്ടുണ്ട്. ഞങ്ങൾ ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ രാത്രിയായി. അടിമാലിയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൂമൊക്കെ സെറ്റായി. അപ്പോൾ അതാ ഞങ്ങൾ പോവുകയാണ്. ഓരോരോ ഫാമിലി കയറുകയാണ് ഓരോ റൂമിലിട്ട്. അപ്പോൾ ഇനി നമുക്ക് റൂം എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം 2 മണി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒന്ന് ഉറങ്ങി നീച്ച് രാവിലെ യാത്ര വീണ്ടും തുടരും. ഇപ്പം മോർണിംഗ് ആയി. ഇനി ഞങ്ങൾ ഫ്രഷൊക്കെ ആയി ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരാൻ വേണ്ടി പോവാണ്. ഇപ്പം ഞങ്ങളുള്ളത് അടിമാലിയാണ്. ഇവിടെ ഞങ്ങൾ നിന്നിരുന്നത്. എനിക്ക് രാത്രി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ രാവിലെ എടുത്തത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും തുടരുകയാണ്.
അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് സൂര്യനെല്ലിയിലാണ്. സൂര്യനെല്ലിയിൽ പോകുമ്പോൾ പുലർച്ചെ 4 മണി ടൈമിൽ നമ്മൾ അവിടെ പോകണം. എന്നാലേ നമുക്ക് ആ വ്യൂ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ നിന്ന് നമുക്ക് ട്രെക്കിംഗ് ആണ്, ജീപ്പ് വെച്ച് ട്രെക്കിങ്ങിന് പോവുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ നാസ്ത കഴിക്കാൻ വേണ്ടി പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഇന്നലെ തന്നെ വീട്ടിൽ നിന്നും പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ അവിടെ വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായക്കുള്ള ചായപ്പൊടി, പഞ്ചസാര എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റൗ കത്തിക്കാനുള്ള തീപ്പെട്ടി മാത്രം ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതായത് ഏറ്റവും വലിയ രസം. അങ്ങനെ അവിടുന്ന് ഒരു വണ്ടിക്കാരനോട് സൈഡാക്കി ചോദിച്ച് കത്തിച്ചു. ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാർ എത്തി. നാസ്തൊക്കെ കഴിച്ചു, എല്ലാവരും ഉഷാറായി. അപ്പോൾ ഇതാണ് മൂന്നാർ ടൗണ്. അപ്പോൾ ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഇതേ കോടൽമണ്ണൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി വ്യൂ കേട്ടോ. നിങ്ങൾ മൂന്നാർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈമിൽ പോകണം. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്, നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പോയാൽ തന്നെ നമുക്ക് ആ ഫീല് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇനി നെക്സ്റ്റ് പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അങ്ങനെ നമ്മളിതാ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡാക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് നമുക്ക് ബസ്സിന് വേണം പോകാൻ വേണ്ടിയിട്ട്, ഇവിടെ നിന്ന് തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇനിയൊരു ചുരം പോലെ ഒരു മലൻ്റെ മുകളിലേക്ക് പോവാണ്. അവിടെ പോയി നമ്മുടെ നീലക്കുറിഞ്ഞി പൂക്കളൊക്കെ ഇവിടെയാണ്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ കണ്ടില്ല കേട്ടോ. കാരണം അത് 12 കൊല്ലം 11 കൊല്ലം കഴിയുമ്പോഴല്ലേ പൂക്കുള്ളൂ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ. സോ ഞങ്ങളിനി ഈ മേലൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അത് നല്ല തണുപ്പാട്ടോ. താഴത്ത് നല്ല തണുപ്പായിരുന്നു, മുകളിൽ കയറിനേക്കാളും തണുപ്പാണ് താഴേന്ന്. അങ്ങനെ ഇതാ ഇവിടെ ഫുൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ്. കൊറോണ ആയാലും ആളുകൾ നന്നായിട്ടുണ്ട് കേട്ടോ. ആ ഒരു കൊറോണ പഴയ ഫീലിൽ തന്നെ എത്തിയെന്നാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലുള്ളത്. കൊറോണ വെച്ചാൽ എല്ലാവരും അതിൽ മാസ്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. സോ ഞങ്ങളിതാ ബസ്സിൽ കയറി ഞങ്ങൾ ചുരം കയറാൻ വേണ്ടി പോവാണ്. ഒരു മലൻ്റെ മുകളിലോട്ട് പോവാണ്.
വാവ്! ശരിക്കും അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഫുള്ള് തേയിലത്തോട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ള് ഗ്രീനായിട്ട്. ശരിക്കും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയല്. ശരിക്കും അടിപൊളി ഫീലാണ്. അപ്പോൾ മൂന്നാർ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ പോകാൻ വേണ്ടി നോക്കാം. അങ്ങനെ ഞങ്ങൾ മേലെ എത്തി. മേലെ അവിടെ ആ പാർക്കിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എല്ലാം. ഇനിയിപ്പോൾ ഞങ്ങൾ മേലേക്ക് കയറുകയാണ്. ഇനി നമുക്ക് നടക്കണം. ഇനി അങ്ങോട്ട് വണ്ടി പോകില്ല. സോ ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചു. നമുക്കങ്ങോട്ട് നടന്ന് പോകുമ്പോൾ നമുക്ക് വരയാടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നീലക്കുറിഞ്ഞിയുടെയും വരയാടിൻ്റെയും നാട്ടിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളിതാ കാണാൻ പറ്റില്ല എന്ന് കരുതി തിരിച്ചു വരുമ്പോഴാണ് ആടിനെ കണ്ടത്. അവർ അവിടുന്ന് മേലെന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളങ്ങനെ വരയാടിനെയും കണ്ടു.
വീണ്ടും പോന്നു. ഇനി ഞങ്ങൾ വീണ്ടും ഒരു ചുരം കയറാൻ വേണ്ടി പോവാണ്. കുണ്ടള ഡാം, മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് 3 സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ഏറ്റവും മേലെ ഫസ്റ്റ് ചുരം കയറി ഏറ്റവും മേലെയാണ് കുണ്ടള ഡാം. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കണ്ട് കണ്ട് ഇറങ്ങി വരാമെന്ന് കരുതി. സോ അവിടുന്ന് പോരുമ്പോഴത്തേനും സമയം ഏകദേശം 12:45 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി ഇനി ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കിയുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ വണ്ടി വീണ്ടും സൈഡാക്കി നമ്മൾ പാർട്ട് 1 നമ്മുടെ ബിരിയാണി ദം നമുക്ക് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. സോ ഇതാ വണ്ടി നല്ല ബ്ലോക്കും കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് സൺഡേ ആണ് പോയത്. നല്ല ട്രാഫിക് ജാം ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ നെക്സ്റ്റ് കുണ്ടള ഡാം കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ കുണ്ടള ഡാം എത്തി. ഇവിടേക്ക് ശരിക്കും വണ്ടിയൊക്കെ വരും. പക്ഷേ അന്ന് ഞങ്ങൾ സൺഡേ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരുന്നു. സോ ഞങ്ങൾ നടക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് കുണ്ടള ഡാം. ഇവിടെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ കയറാൻ വേണ്ടി നിന്നില്ല. ഞങ്ങൾക്ക് ഒന്നാമത്തെ ടൈമില്ലായിരുന്നു. സോ നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് എക്കോ പോയിൻ്റ് ആണ്. എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് നമുക്ക് ഓപ്പോസിറ്റ് കേൾക്കാൻ വേണ്ടി കഴിയും. അവിടെയും ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സോ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ദെൻ അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി നമുക്കിനി ഷോപ്പിംഗ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഷോപ്പിംഗ് പരിപാടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കുറച്ച് ടയേർഡായി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരു തട്ടുകടയിൽ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മതി. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇനി തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ പോവുകയാണ്. വണ്ടി കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ട്രാഫിക് ബ്ലോക്ക് കാരണം കുറച്ച് ഭയങ്കര ദൂരമായി, കുറച്ച് നടക്കാനുണ്ടായിരുന്നു. സോ ഇവിടെ ക്യാരറ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റൊക്കെ വിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. സോ സൈഡിൽ ലേക്കാണ്.
ആ സൈഡിലാണ് ഞങ്ങളെ വണ്ടി ഉള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഇനി അങ്ങോട്ട് പോവാണ്. അവിടെ നിന്നൊരു വെള്ളച്ചാട്ടമൊക്കെ ചെറിയൊരു അരുവിയൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. പോവുകയാണെങ്കിൽ മിനിമം സൺഡേ പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫുൾ ട്രാവലറാണ്. എല്ലാവരും അധികം പേര് ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം എത്തി. മാട്ടുപ്പെട്ടി ഡാമിൽ ഇതുപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാട്ടുപ്പെട്ടി ഡാം പിന്നെ വണ്ടി കയറ്റി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. സോ അവിടെ സ്പീഡ് ബോട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു. അവിടുന്ന് വീണ്ടും ഞങ്ങൾ ചുരം ഇറങ്ങി താഴേക്ക് വരികയാണ്. ഇനി നെക്സ്റ്റ് ഞങ്ങൾ ക്യാമ്പ് ഫയറിനുള്ള റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് കരുതി. പക്ഷേ മഴ പെയ്തു, ഒന്ന് ചെറുതായിട്ട് മഴ പെയ്തു. അപ്പോൾ പിന്നെ ആരും ഇറങ്ങിയില്ല. കുട്ടികളൊക്കെ ഉള്ള കാരണം അഥവാ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നമാണല്ലോ. അപ്പോൾ ആരും ഇറങ്ങിയില്ല. സോ ഞങ്ങൾക്ക് തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്യാമ്പ് ഫയറിനുള്ള റെഡിയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മൂന്നാർ ടൗണിൽ തന്നെ എത്തി. ടൗണിൽ KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ ഒരു പൈനിൻ്റെ ഒരു തോട്ടമുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ടെൻ്റൊക്കെ കെട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ക്യാമ്പ് ഫയറിന്. ഏകദേശം 6 മണി 6:30 ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. ക്യാമ്പ് ഫയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഞങ്ങൾ അന്താക്ഷരി കളിക്കുകയാണ്. എല്ലാവരും കൂടെ അടിപൊളിയായിരുന്നു. 2 ടീമായിട്ട് അന്താക്ഷരി കളിക്കുകയായിരുന്നു.
കുളിരും കാറ്റുള്ളൊരു പെണ്ണും മറയാൻ തുണി കണ്ടോ. ഈ കളീൻ്റെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയിൽ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ വല്യപ്പ, ഇക്കാക്ക, എൻ്റെ ആൻറ്റി, എൻ്റെ അനിയനെയൊക്കെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെ കാലുമ നിറയെ ചോര വന്നപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താ സംഭവം എന്ന്. അപ്പോൾ ക്യാമ്പ് ഫയർ നടത്തിയ ദിവസം ഞങ്ങൾ അട്ടനെയും കൂടി ഒപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളതൊക്കെ കത്തിച്ചു, അതൊക്കെ ഒഴിവാക്കി. എല്ലാവരും ഏകദേശം ക്ഷീണത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 10 മണിയായപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾ ഡിന്നറായിട്ട് ചിക്കൻ ബ്രോസ്റ്റാണ് കഴിച്ചത്. അങ്കമാലിയിൽ നിന്നാണ് കഴിച്ചത്. അപ്പം ഞങ്ങളുടെ ഡിന്നറൊക്കെ സൂപ്പറായി കഴിഞ്ഞു. എല്ലാവരും നല്ല ഉറക്കിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.